മാടായി റെസ്റ്റ് ഹൌസിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 4 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിരുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച സൗകര്യം കുറഞ്ഞ കെട്ടിടത്തിലാണ് റെസ്റ്റ് ഹൌസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഏഴിമല നേവൽ അക്കാദമി, മാടായിപ്പാറ, വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക്, ചൂട്ടാട് പാർക്ക്, മലനാട് മലബാർ ക്രൂയിസ് ടൂറിസം പദ്ധതി, മാടായിക്കാവ് തുടങ്ങിയവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായാണ് എരിപുരത്ത് മാടായിപ്പാറയോട് ചേർന്ന് റെസ്റ്റ് ഹൌസ് പ്രവർത്തിച്ചു വരുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് റെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനം. 1810-ൽ ബ്രിട്ടീഷുകാർ ബംഗ്ലാവായി നിർമ്മിച്ചതാണ് ഈ റെസ്റ്റ് ഹൌസ്. ഏറെ പഴക്കമുള്ള റെസ്റ്റ് ഹൌസ് നവീകരിച്ച് സംരക്ഷിക്കണമെന്നും കൂടുതൽ സൗകര്യത്തോടെയുള്ള പുതിയ കെട്ടിടം എത്രയും വേഗം നിർമ്മിക്കണമെന്നതും ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനമായിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് നീണ്ടുപോവുകയായിരുന്നു. നിലവിൽ 4 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത്. 2 VIP മുറികൾ ഉൾപ്പെടെ 10 മുറികളും മിനി ഹാൾ, കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കുക. നിലവിൽ ഡിസൈൻ വർക്ക് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ അനുമതി ലഭിക്കുകയും ചെയ്തു. ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി പുതിയ റെസ്റ്റ് ഹൌസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. മാടായിപ്പാറയും മാടായിക്കാവും അങ്ങനെ നിരവധി ഭക്തജനങ്ങളും ടൂറിസ്റ്റുകളുമാണ് നമ്മുടെ മണ്ഡലത്തിൽ വന്നു പോകുന്നത്. പക്ഷെ നമുക്കുള്ള പരിമിതി നിലവിലുള്ള മാടായി റെസ്റ്റ് ഹൗസ് അതിമനോഹരമാണെങ്കിലും 2 മുറികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ബജറ്റിൽ 4 കോടി രൂപ നമ്മുടെ ഗവൺമെന്റ് മാടായി റെസ്റ്റ് ഹൗസിനായി അനുവദിച്ചത്. നമ്മളിപ്പോൾ അതിന്റെ ഡിസൈൻ വർക്ക് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഗവൺമെന്റ് അനുമതി എല്ലാം പൂർത്തിയാവുകയാണ്. വളരെ വേഗതയിൽ തന്നെ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്കുള്ള ടെൻഡർ ഉൾപ്പെടെ നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. നിലവിലുള്ള നമ്മുടെ അതിപുരാതനമായ നമ്മുടെ റെസ്റ്റ് ഹൗസ് 2 മുറികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയത് പണിയാൻ വേണ്ടി പോകുന്നത്. പുതിയതിൽ 10 മുറികൾ, അതിൽ 2 VIP റൂമുകളും 8 മുറികളും അതിനകത്തുണ്ടാകും. അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രത്യേകമായ ഒരു മിനി ഹാൾ നമ്മൾ സംവിധാനം ഒരുക്കുന്നുണ്ട്. കിച്ചണുണ്ട്. എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള അതിവിപുലമായ ഒരു റെസ്റ്റ് ഹൗസ് ആണ് 4 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത്. ദൂരദേശത്തു നിന്നുൾപ്പെടെ എത്തുന്ന സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതോടെ അത് ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.